ഉണരണം. നാമം ജപിച്ച് മനസ്സും ശരീരമൊക്കെ ഒന്ന് ഉണരട്ടെ. ഉള്ളിലുള്ള ബയോടോക്സിൻസ് ഒക്കെ ഒന്ന് പോകട്ടെ. എന്നാൽ തന്നെ കൊളസ്ട്രോളും ഷുഗറും പ്രഷറൊക്കെ ഒന്ന് കുറയും. ഒന്ന് ഗോവിന്ദാന്നൊക്കെ ചോദിച്ചൊന്ന് കൈയടിക്കുക. എൻ്റെ പരിപാടി കൈയടിച്ചിട്ട് ചെയ്യിക്കാൻ എൻ്റെ പരിപാടിയേ അല്ല ഇത്. എൻ്റെ നാമജപം, ഞങ്ങളുടെ നാമജപം, നമ്മുടെ നാമജപം, നമ്മുടെ കുടുംബസംഗമത്തിന്റെ നാമജപം. അതുകൊണ്ടൊന്ന് നാമം ജപിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ജാതി മത വർഗ ലിംഗ രാഷ്ട്രീയ വേദനയെ അല്ലാണ്ട് കറുത്തവനെന്നും വെളുത്തവനെന്നും മുതിയവനെന്നും താഴ്ന്നവനെന്നും സമ്പത്തുള്ളവനെന്നും വിദ്യാഭ്യാസമുള്ളവനെന്നും ഇല്ലാത്തവനെന്നും ഒന്ന് എല്ലാവരും ഒന്ന് അടുത്തിരുന്നാൽ തന്നെ ഈ പുണ്യഭൂമിയിൽ കുറച്ചെങ്കിലും ഒരു സത്സംഗിന് എനർജി ഉണ്ടാവും. ഇതൊരു കാലം വിളിച്ച അപേക്ഷയുണ്ട്. VIP VVIP ഇങ്ങനെയൊന്നും നമ്മൾ തമ്മിലില്ല. ഭഗവാന്റെ മുമ്പിൽ അങ്ങനെ വല്ലതുണ്ടോ? ഇതൊരു ഭഗവത് സമ്മേളനമായിട്ട് കാണും. ഭഗവത് സമ്മേളനങ്ങൾ, അതായത് ഹിന്ദുത്വം എന്നത് പറഞ്ഞാൽ തന്നെ ഒരു സംസ്കാരത്തിന്റെ ഈശ്വരീയതയുടെ മഹാസമ്മേളനം. ആകാതെ സമർപ്പിക്കൂ, കാണിക്കയായി സമർപ്പിക്കൂ. നിരവധി പേര് ഇതിന്റെ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മാനസ ജപലഹരിയും ഉണ്ട്. നിങ്ങളെല്ലാവരും ഒന്നിച്ച് ചേർന്ന് നമുക്ക് ഒന്നിച്ച് നാമം ജപിക്കാം. ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ സർവൈശ്വര്യൈക്യമന്ത്രം വിഷയഭുജഗ സന്ദഷ്ട സന്ധ്യാമന്ത്രം ജിഹ്വൈ ശ്രീകൃഷ്ണമന്ത്രം ജപ ജപ സതതം ജന്മസാഫല്യമന്ത്രം. നമ്മുടെ പ്രദോഷ സന്ധ്യ വരെയാണ് നാമജപം. ഇന്ന് പ്രദോഷമാണ്. രഹസ്യേന ദോഷങ്ങളെല്ലാം തീരുന്ന ദിനം. നമുക്ക് ആ ശ്രീകണ്ഠേശ്വരന്റെ നാമത്തിലേക്കും ഒന്ന് വരുമ്പോഴത്തേക്ക് പ്രദോഷ സന്ധ്യ ആയിരിക്കും. നമശിവായ ജപിച്ചിട്ട് എല്ലാ ദോഷങ്ങളെല്ലാവരും തീരട്ടെ. അതിന് നമുക്ക് പരമാത്മാവിനെ വിളിച്ചു വരുത്തിയിട്ട് എല്ലാ കാര്യങ്ങളും നടത്തിക്കാൻ ഗുരുവായൂരപ്പനെ. ഗോവിന്ദ